എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തോംസന്റെ ആറ്റം മാതൃകയായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയാണ്. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ന്യൂക്ലിയർ മാതൃക. നമുക്കൊരു ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. പോസിറ്റീവ് ചാർജും ആറ്റത്തിലെ മാസിന്റെ ഭൂരിഭാഗവും വളരെ ചെറിയ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. 2. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് കണത്തിന്റെ സാന്നിധ്യം ആധികാരികമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. ഓപ്ഷൻസ് നോക്കാം. എ 1 ശരി, ബി 2 ശരി, സി 2 ശരി, ഡി 2 തെറ്റ്. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് അറിയുന്ന ആൾക്കാരൊന്ന് അതിന്റെ ആൻസർ ഒന്ന് നോക്കി വെക്കൂ. നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് റൂദർഫോർഡിന്റെ മാതൃക എന്ന് അറിഞ്ഞാലല്ലേ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയിലേക്ക് അദ്ദേഹം എത്തിയത് ഒരു പരീക്ഷണം വഴിയാണ്. ആ പരീക്ഷണത്തിന്റെ പേരാണ് സ്വർണ്ണത്തകിട് പരീക്ഷണം. നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. എളുപ്പമായിരിക്കും, ഒന്ന് ഓർത്തു നോക്കാം. ചിത്രത്തിലേക്ക് നോക്കൂ. ഈ പരീക്ഷണം അദ്ദേഹം ചെയ്തത് പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളുടെ ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പദാർത്ഥത്തിന്റെ സോഴ്സ് എടുത്തു. എന്നിട്ട് ഈ ആൽഫ കണങ്ങളെ ഒരു സ്വർണ്ണത്തകിടിലൂടെ കടത്തിവിട്ടു. ഈ സ്വർണ്ണത്തകിടിലൂടെ കടന്നു പോകുന്ന ആൽഫ കണങ്ങളുടെ പോസിറ്റീവ് ചാർജുള്ള ഈ ആൽഫ കണങ്ങളുടെ പാത നിരീക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഒരു ആറ്റം എങ്ങനെയിരിക്കും, ഒരു ആറ്റം മാതൃക എങ്ങനെയാണെന്നൊക്കെ വിശദീകരിച്ചത്. അതെന്താന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രം നോക്കൂ. സ്വർണ്ണത്തകിടിലൂടെ കടന്നു പോകുന്ന ഭൂരിഭാഗം ആൽഫ റേസും ഒരു വ്യതിയാനവും ഇല്ലാതെ സ്വർണ്ണത്തകിടിലൂടെ കടന്നുപോയി. രണ്ടാമത്, ചില ആൽഫ റേസ് എന്ത് ചെയ്തു? ചെറിയ കോണളവിൽ വ്യതിചലിച്ചു. മൂന്നാമത്തത്, വളരെ കുറച്ച് ആൽഫ കണങ്ങൾ തട്ടി 180 ഡിഗ്രിയിൽ തിരിച്ചു വന്നു. എന്തൊക്കെയാണ് ഉണ്ടായത്? ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ ഒരു വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി. ചില ആൽഫ കണങ്ങൾ ചെറിയ കോണളവിൽ വ്യതിചലിച്ചു. വളരെ കുറച്ച് മാത്രം 180 ഡിഗ്രിയിൽ തട്ടി തിരിച്ചു വന്നു. ഈ 3 ഒബ്സർവേഷനിൽ നിന്നാണ് അദ്ദേഹം ആറ്റം മാതൃകയുടെ നിഗമനത്തിലേക്ക് എത്തിയത്. അപ്പൊ നമുക്ക് നോക്കാം. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ കടന്നുപോയത് ഒരു വ്യതിയാനമില്ലാതെ പോയത് കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി ആറ്റത്തിലെ ഭൂരിഭാഗവും എന്താണ്? ശൂന്യമാണ്. ശൂന്യമായതിനാലാണ് ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ കടന്നുപോയത്. രണ്ടാമത്തെ എന്തായിരുന്നു? ചില ആൽഫ കണങ്ങൾ തട്ടി എന്ത് ചെയ്തു? ചെറിയ കോണളവിൽ വ്യതിചലിച്ചു. നമുക്കറിയാം ആൽഫ കണങ്ങളുടെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് വ്യതിചലിക്കണമെങ്കിൽ ഏത് ചാർജിന്റെ അടുത്ത് കൂടെ പോകുമ്പോഴാണ് വ്യതിചലിക്കുക? നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുക? അട്രാക്ട് ചെയ്യല്ലേ ചെയ്യാം. വ്യതിചലിക്കണമെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള എന്തോ ചാർജിന്റെ അടുത്ത് കൂടെ പോയിരിക്കണം. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം ആറ്റത്തിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. എന്തായിരുന്നു ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻ? വളരെ കുറച്ച് ആൽഫ കണങ്ങൾ, അതായത് 20,000-ൽ 1 എന്ന കണക്കില് തട്ടി തിരിച്ചു വന്നു. 180 ഡിഗ്രിയിൽ തിരിച്ചു വന്നു. അപ്പൊ നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ആറ്റത്തിലെ ഭാഗത്തും പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വന്ന് തട്ടുന്ന ആൽഫ കണങ്ങൾ ഭൂരിഭാഗവും എന്ത് ചെയ്തേനെ? തട്ടി തിരിച്ചു പോയേനെ. പക്ഷെ വളരെ കുറച്ച് ആൽഫ കണങ്ങളാണ് തട്ടി തിരിച്ചു പോയത്. അപ്പൊ അതിന് അർത്ഥം എന്തായിരിക്കും? ആറ്റത്തിലെ കുറച്ച് ഭാഗത്ത് മാത്രമേ എന്തുള്ളൂ? പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് ഉള്ളൂ. അദ്ദേഹം ആ കേന്ദ്രത്തെ എന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പൊ 3 ഒബ്സർവേഷൻസ് ആണ്. ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. അദ്ദേഹത്തിന് മനസ്സിലായി ഭൂരിഭാഗവും ശൂന്യമാണ്, ആറ്റത്തിലെ ഭൂരിഭാഗവും ശൂന്യമാണ്. ചില ആൽഫ കണങ്ങൾ എന്ത് ചെയ്തു? ചെറിയ കോണളവിൽ തട്ടി വ്യതിചലിച്ചു. അതിനർത്ഥം എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗത്തിന് സമീപത്തുകൂടെ പോയതിനാലാണ് വികർഷിക്കപ്പെട്ടത്. മൂന്നാമത്തത്, വളരെ കുറച്ച് ആൽഫ കണങ്ങൾ 180 ഡിഗ്രിയിൽ തട്ടി തിരിച്ചുപോയി. അതായത് ഈ പോസിറ്റീവ് ചാർജുള്ള ആ ഭാഗം അത് വളരെ കുറച്ച് ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കേന്ദ്രത്തിന് എന്ത് വിളിക്കുന്നു? ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം വിളിച്ചു. ഈ ഒബ്സർവേഷന്റെയും ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹത്തിന്റെ മാതൃക പ്രപ്പോസ് ചെയ്യാണ്. ആ മാതൃകയ്ക്ക് ഒരു പേര് കൊടുത്തു, സൗരയൂഥ മാതൃക, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അപ്പൊ 3 പേര് നമ്മൾ കേട്ടു അല്ലെ? ന്യൂക്ലിയർ ആറ്റം മോഡൽ, സൗരയൂഥ മാതൃക, അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. എന്താണ് അതിൽ പറയുന്നത്? ആകെ 4 പോയിന്റ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന്റെ വലിപ്പമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ വലിപ്പം എന്താണ്? വളരെ വളരെ ചെറുതാണ്. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ 3 പോയിന്റ് പറയണത് ന്യൂക്ലിയസിനെ പറ്റിയിട്ടാണ്. ഒന്നാമത്തെ പോയിന്റ് എന്താ? ആറ്റത്തിന് ഒരു കേന്ദ്രഭാഗമുണ്ട്. കേന്ദ്രഭാഗത്ത് എന്ത് വിളിക്കാം? ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ഈ ന്യൂക്ലിയസിന്റെ വലിപ്പം എങ്ങനെയാണ്?
മൊത്തം ആറ്റത്തിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ചെറുതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? ഒരു ആറ്റത്തിന്റെ മുഴുവൻ ഭാരവും മുഴുവൻ മാസും പോസിറ്റീവ് ചാർജും പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ഇനി എന്താണ് നാലാമത്തെ പോയിന്റ്? നമ്മൾ ഇലക്ട്രോണിനെ പറ്റി പറഞ്ഞില്ല അല്ലെ? ഇലക്ട്രോൺസ് എവിടെയാണുള്ളതെന്ന് പറയുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിൽ ഒരു ഓർബിറ്റിൽ വളരെ വേഗത്തിൽ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 4 പോയിന്റ്സ് കിട്ടിയില്ലേ? ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രഭാഗമുണ്ട്. ആ ന്യൂക്ലിയസ് വളരെ ചെറുതാണ്. ആറ്റത്തിന്റെ വലുപ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? പോസിറ്റീവ് ചാർജും മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺസ് എവിടെയാണുള്ളത്? ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സൗരയൂഥ മാതൃക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത്രയും പോയിന്റ്സ് അതിൽ വരണം. പിന്നെ സൗരയൂഥം എന്നതിൽ പറയുന്നതിനുള്ള റീസൺ എന്താ? ഇപ്പൊ നമ്മൾ സൗരയൂഥത്തിലെ സെൻട്രൽ ആരാണുള്ളത്? സൂര്യനാണുള്ളത് അല്ലെ? സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ആറ്റം. സൂര്യനെ പോലെ ആറ്റത്തിന്റെ സെൻട്രൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുന്നത് പോലെ ന്യൂക്ലിയസിന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാതൃകയ്ക്ക് എന്ത് വന്നത്? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ സൗരയൂഥ മാതൃക എന്ന് പറയുന്നത്. പക്ഷെ ഇത് തോംസന്റെ മോഡലെ പോലെ തന്നെ ഇതിനും കുറെ പരിമിതികളുണ്ട്. അപ്പൊ അതെന്താണ് ആ പരിമിതി നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു വസ്തു അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ത്വരണുണ്ടായിരിക്കും. ഒരു ചാർജ് ഉള്ള വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൈദ്യുത കാന്തിക വികിരണത്തെ പുറത്തുവിടും. ഇത് പറഞ്ഞത് മാക്സ്വെൽ ആണ്. മാക്സ്വെല്ലിന്റെ വൈദ്യുത കാന്തിക സിദ്ധാന്തം അനുസരിച്ചിട്ട് ചാർജ് ഉള്ള ഒരു കണിക കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ത്വരണത്തിന് വിധേയമാവുകയാണെങ്കിൽ വൈദ്യുത കാന്തിക വികിരണം എന്ത് ചെയ്യും? പുറത്തുവിടും. ഈ വികിരണം പുറത്തു പോവാന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ എനർജിയും പോവില്ലേ? അപ്പൊ ഓരോ ഇലക്ട്രോണും കറങ്ങുമ്പോൾ ഈ വൈദ്യുത കാന്തിക വികിരണം പുറത്തേക്ക് പോയി എനർജി കുറഞ്ഞ് ആ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ ഭ്രമണപഥം ചുരുങ്ങി സർപ്പിൾ ആകൃതിയിൽ ഇങ്ങനെ ചുരുങ്ങി ന്യൂക്ലിയസിൽ വന്ന് വീഴും ഈ ഇലക്ട്രോൺ. പക്ഷെ ഇതിങ്ങനെ സംഭവിക്കില്ല. അതായത് ഒരു ആറ്റം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. സ്ഥിരതയോടുകൂടി ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും അത് വന്ന് ന്യൂക്ലിയസിൽ വന്ന് വീഴില്ല. അപ്പൊ എന്തുകൊണ്ട് അത് വീഴില്ല? എന്തുകൊണ്ട് അതിന് സ്ഥിരത ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ റൂദർഫോർഡിന്റെ ഈ മോഡൽ വെച്ച് പറ്റിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ന്യൂനത. ഒന്നാമത്തെ നോക്കൂ, ആറ്റത്തിന്റെ സ്ഥിരതയെ വിശദീകരിക്കാൻ സാധിച്ചില്ല ഈ മോഡൽ വെച്ച്. രണ്ടാമത്തെ എന്താണ്? ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ മോഡൽ വെച്ച് ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കാൻ സാധിച്ചില്ല. 3, ആറ്റങ്ങളുടെ ഇലക്ട്രോണിക ഘടനയെക്കുറിച്ച് വിശദീകരിക്കാൻ സാധിച്ചില്ല. എന്താണ് ഇലക്ട്രോണിക ഘടന? അതായത് ഇപ്പൊ ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ ഉണ്ടെന്നും പറഞ്ഞു. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങാണ് അദ്ദേഹം പറഞ്ഞു. എങ്ങനെയാ അത് കറങ്ങുന്നത്? കൂട്ടായി 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 10 പേര് ഒന്നിച്ചാണോ കറങ്ങുന്നത്? ഇവരുടെ പൊസിഷൻസ് എങ്ങനെയാണ്? ഓരോ ഇലക്ട്രോണിന്റെ എനർജി എങ്ങനെയാണ്? ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും എനർജിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എല്ലാ ഇലക്ട്രോണും ഒരേ എനർജിയാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. ഇലക്ട്രോണിന്റെ എനർജിനെ പറ്റിയിട്ടും ഇലക്ട്രോൺ എങ്ങനെയാണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും വിന്യസിച്ചിരിക്കുന്നതിനെ പറ്റിയിട്ടും പറയാൻ പറ്റിയില്ല എന്നുള്ളതിന് ഒറ്റ വാക്കിൽ പറയണതാണ് ഇലക്ട്രോണിക ഘടനയെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല എന്നുള്ള കാര്യമായിട്ട്. അതൊന്ന് ഓർത്ത് വെക്കണേ. അപ്പൊ 3 പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ പറ്റിയില്ല, ഹൈഡ്രജൻ സ്പെക്ട്രത്തെ പറ്റി വിശദീകരിക്കാൻ പറ്റിയില്ല, ഇലക്ട്രോണിക ഘടനയെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വായിച്ചു നോക്കിയേ. പോസിറ്റീവ് ചാർജും ആറ്റത്തിന്റെ മാസിന്റെ ഭൂരിഭാഗവും വളരെ ചെറിയ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ശരിയാണോ തെറ്റാണോ? നമ്മൾ മറ്റേ മോഡൽ പഠിച്ചപ്പോൾ ഈ പോയിന്റ് പഠിച്ചതല്ലേ? ശരിയാണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് കണത്തിന്റെ സാന്നിധ്യം ആധികാരികമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. അല്ലെ? ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴി ആധികാരികമായി തെളിയിച്ചത് ആരാണ്? റൂദർഫോർഡ് തന്നെയാണ്. അപ്പൊ 1ഉം 2ഉം എന്താണ്? ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? സി, 2ഉം ശരിയാണ്. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ പോയിന്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വന്നോ? ആധികാരികമായി തെളിയിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും മുമ്പ് ആധികാരികമല്ലാണ്ട് തെളിയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ ആളാണ് ആര്? ഗോൾഡ്സ്റ്റീൻ. അത് പറഞ്ഞേക്കാൻ മുമ്പ് നമുക്കൊരു പോയിന്റ് കൂടിയും പറയണം. നമ്മൾ +1 പഠിക്കുന്നതാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ജെ തോംസൺ നെഗറ്റീവ് ചാർജ് കണത്തിന്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് പിന്നീട് ആറ്റത്തിൽ ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞ് ഇലക്ട്രോൺ ആണ് ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ് എന്ന് തെളിയിച്ചതും. ഇതേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നടത്തി ചില വ്യത്യാസങ്ങൾ വരുത്തി നടത്തി ഗോൾഡ്സ്റ്റീൻ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് പോസിറ്റീവ് കണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് പ്രോട്ടോൺ ആണെന്ന് തെളിയിച്ചിട്ടില്ല.
പ്രോട്ടോൺ ആണ്, ആ പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ ആണെന്ന് എക്സ്പെരിമെന്റ് വഴി തെളിയിച്ചത് റൂദർഫോർഡ് ആണ്. ക്ലിയർ ആണുണ്ടോ? ഒന്നും കൂടി പറയാം. ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് നെഗറ്റീവ് ചാർജ് കണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ജെ തോംസൺ. ആ നെഗറ്റീവ് ചാർജ് കണത്തിന് കാരണമാണ് ഇത് ഇലക്ട്രോൺ ആണ് എന്ന് കണ്ടെത്തിയത് അദ്ദേഹം തന്നെയാണ്, ജെ തോംസൺ. എന്നാൽ പോസിറ്റീവ് ചാർജ് കണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഗോൾഡ്സ്റ്റീനും ആ പോസിറ്റീവ് ചാർജ് കണത്തിന്റെ സാന്നിധ്യത്തിന് കാരണം പ്രോട്ടോൺ ആണ് എന്ന് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ഈ കൂട്ടത്തിൽ ഒരാളെയും കൂടി നമ്മൾ മറക്കരുത്, ന്യൂട്രോൺ അല്ലെ. ന്യൂട്രോണെ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. ഈ പോയിന്റ്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, റൂദർഫോർഡ് മാതൃകയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായതാണേ ശരിയായത് കേട്ടോ. ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ശരിയാണോ? ശരിയാണ് അല്ലെ. എല്ലാ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. 2, ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ സാധിച്ചു. റൂദർഫോർഡിന് സാധിച്ചു എന്നാണോ നമ്മൾ പഠിച്ചത്? അല്ലല്ലോ. ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. ആ പോയിന്റ് തെറ്റാണ്. ആറ്റങ്ങളുടെ ഇലക്ട്രോണിക ഘടനയെ കുറിച്ച് വിശദീകരിക്കാൻ സാധിച്ചോ? ഇല്ല, സാധിച്ചിട്ടില്ല. അപ്പൊ ഈ 2ഉം 3ഉം ആണ് എന്ത്? തെറ്റ്. അപ്പൊ ശരിയായ പ്രസ്താവന ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ 2ഉം 3ഉം ഒക്കെ ഓപ്ഷനിൽ ഉണ്ട്, അതുകൊണ്ട് ഉറപ്പിക്കരുത്. എന്താണ് ചോദ്യം? എന്താ? ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഏതാണ്? 1 മാത്രമാണ് ശരി. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് ശരി. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ റൂദർഫോർഡ് ആറ്റം മോഡലിന്റെ പരിമിതികൾ ഏതെല്ലാം? ഓപ്ഷൻ എ, ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കാൻ സാധിച്ചില്ല. ബി, ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ സാധിച്ചില്ല. സി, ആറ്റത്തിന്റെ ഇലക്ട്രോണിക ഘടനയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഡി, ഇവയെല്ലാം. ഏതാണ് ആൻസർ വരിക? ഈ 3 വരും അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ, 3 വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തണം. ഗോൾഡ്സ്റ്റീൻ ആണ് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ആണോ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതല്ലേ. ഗോൾഡ്സ്റ്റീൻ ആണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വെച്ച് പോസിറ്റീവ് ചാർജ് കണങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് കണത്തിന്റെ സാന്നിധ്യം ആധികാരികമായി തെളിയിച്ചത് ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. 1ഉം 2ഉം ശരിയാണ്. ആധികാരികമായി ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നടത്തി അത് പ്രോട്ടോൺ ആണ് എന്ന് പറഞ്ഞത് ആരാണ്? റൂദർഫോർഡ് ആണ്. അപ്പൊ ഈ 2 പോയിന്റും ശ്രദ്ധിക്കണം. പ്രോട്ടോണുമായി ഈ 2 പോയിന്റ് ശ്രദ്ധിക്കണം. പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഗോൾഡ്സ്റ്റീനും ആ പോസിറ്റീവ് ചാർജിന് കാരണം പ്രോട്ടോൺ ആണെന്ന് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. നമ്മുടെ ആൻസർ എന്താണ് വരിക? സി. 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? നമുക്കറിയാലോ, ആരാണ്? റൂദർഫോർഡ്. അപ്പൊ ജെ തോംസൺ ഏതായിരുന്നു? പ്ലം പുഡിംഗ് മോഡൽ. ഒന്ന് ഓർത്തെടുക്കൂ. വാട്ടർമെലൻ മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ്? ചെറിയ ചെറിയ ചോദ്യങ്ങളാണെന്ന് എനിക്ക് അറിയാം, എന്നാലും പ്രീവിയസ് ചോദ്യങ്ങളിൽ വന്ന കാരണം ഞാൻ എടുത്തിട്ടു എന്ന് മാത്രം കേട്ടോ. ആരാണ് പോസിറ്റീവ് ചാർജ് ഉള്ള കണം? പ്രോട്ടോൺ. ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗത്തിന് പറയുന്ന പേരെന്ത്? എന്താണ് പേര്? ന്യൂക്ലിയസ്. ഇത് ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗത്തിന് ന്യൂക്ലിയസ് എന്ന പേര് ഏത് മോഡൽ പ്രകാരമാണ്? ഏത് മോഡലാണ് പറഞ്ഞു ചോദിച്ചാൽ റൂദർഫോർഡ് ആറ്റം മോഡലിലാണ് എന്ത് പറയുന്നത്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇലക്ട്രോൺ ന്യൂട്രോൺ, പ്രോട്ടോൺ ന്യൂട്രോൺ, ഇലക്ട്രോൺ പ്രോട്ടോൺ, ഇവയെല്ലാം. ഏതാ വരിക? ആറ്റത്തിന്റെ മുഴുവൻ മാസും പിന്നെ ആരൊക്കെയായിരുന്നു? പ്രോട്ടോണും ന്യൂട്രോണും. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി, പ്രോട്ടോണും ന്യൂട്രോണും. അപ്പൊ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ക്ലാസ് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ബോർ മോഡലായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.